മുൻമന്ത്രി കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡിൽ ബാബുവിന്റെ വീട്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപയും ബാബുവിന്റെ ബിനാമിയും വ്യവസായിയുമായ മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമായി വഴിവിട്ട ബന്ധം. കേരളത്തിന് പുറത്തും ബിനാമി ഇടപാടുകൾ. സംഭവത്തിൽ പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടിയും സുധീരനും. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി. സമീർ, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് വിജിലൻസ് റെയ്ഡ് പരിശോധന നടന്നത്. എന്തൊക്കെയാണ് കണ്ടെടുത്തത്? അരുൺ, ഇന്ന് പുലർച്ചയോടുകൂടി ആരംഭിച്ച റെയ്ഡാണ് പുരോഗമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിരവധി രേഖകൾ വിജിലൻസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നു. കെ ബാബു നടത്തിയിട്ടുള്ള അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വളരെ പ്രമാദമായ പല രേഖകളുമാണ് പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ ബാബുവിന്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപയും അതോടൊപ്പം ബാബുവിന്റെ ബിനാമിയായിട്ടുള്ള മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഈ വിജിലൻസിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ രണ്ടിടങ്ങൾക്ക് ഒപ്പം തന്നെ കെ ബാബുവിന്റെ 2 പെൺമക്കളെ കെട്ടിച്ച തൊടുപുഴയിലെ വീട്ടിലും പാലാരിവട്ടത്തെ വീട്ടിലും പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ വ്യവസായി കൂടിയായിട്ടുള്ള കെ ബാബുവിന്റെ അടുത്ത വ്യക്തി കൂടിയായിട്ടുള്ള ബിനാമിയായ ബാബുറാമിന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. ഈ കേസുമായി ഇടയാക്കിയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുമുള്ള ആ ആരോപണങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് വിജിലൻസിനെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബാർ ഉടമകളിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കേരളത്തിനകത്തും പുറത്തുമായി ബാബു ഭൂമിയും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളടക്കമുള്ള പല സ്ഥാപനങ്ങളടക്കമുള്ളവ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകൾ വിജിലൻസ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബാബു വ്യക്തമാക്കിയത് വെറും രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ് എന്നും തന്റെ കൈവശം എന്തെങ്കിലും അധികമായിട്ട് ഉണ്ട് എങ്കിൽ അത് സർക്കാരിന് കണ്ടുകെട്ടാം, താൻ അതിനെല്ലാം ഒരുക്കമാണ്, ഏതു വിധത്തിലുള്ള നടപടിയും സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് ബാബു പറഞ്ഞത്. മക്കളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതെല്ലാം തന്നെ വേട്ടയാടുന്നതിന്റെ ഭാഗം എന്ന വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് തന്റെ മക്കൾക്കെതിരായിട്ടുള്ള ആരോപണം എന്നാണ് ബാബു പ്രതികരിച്ചത്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിലും ബാബു നേരത്തെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോഴും താൻ നിരപരാധിയാണ് എന്ന നിലപാടുമായിരുന്നു ബാബു എത്തിയിരുന്നത്. സമാനമായ നിലപാട് തന്നെ ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള റെയ്ഡിന്റെ സംഭവത്തിലും ബാബു പ്രതികരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് തനിക്കെതിരായ നടപടി എന്നാണ്. എന്തായാലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 8 ലക്ഷം രൂപയും ബാബുവിന് എതിരായിട്ടുള്ള ബാബു നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കൊച്ചിയിൽ എത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനോടും ഇത്തരത്തിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്നാൽ രണ്ടുപേരും ഒന്നും തന്നെ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയത്. കെ ബാബുവിനെതിരായിട്ടുള്ള വിജിലൻസിന്റെ നടപടിയുടെ ആദ്യഘട്ടം എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ പരിശോധനയിൽ ഈ തുകയും അതോടൊപ്പം തന്നെ നിരവധി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ്. ഏതായാലും ബാബുവിനെതിരായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. ബാബുവിന്റെയും അതോടൊപ്പം തന്നെ ബാബുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ട് എന്ന അത്തരത്തിലുള്ള കാര്യങ്ങളും വിജിലൻസിന് സൂചന ലഭ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ അവരുടെ വീടുകൾ കൂടി പരിശോധനയും അത്തരത്തിലുള്ള അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും പരിശോധന കൊച്ചിയിലെ ഈ 6 ഇടങ്ങളിലും പരിശോധന പുരോഗമിക്കുകയാണ്. അരുൺ. സമീർ വഴങ്ങോട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാബുവിനെതിരെ കേസ്. വിജിലൻസ് ആണ് കേസ് എടുത്തത്. റിയൽ എസ്റ്റേറ്റുകാരായ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബു 1-ാം പ്രതിയും കുമ്പളം സ്വദേശി ബാബുറാം, തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ എന്നിവരെ 2ഉം 3ഉം പ്രതികളുമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ ലഭിച്ചതായി FIRൽ പറയുന്നു. ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പൊതുരംഗത്തെത്തിയ ബാബുവിന് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഇവയൊക്കെ ആർജിച്ചത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും ബിസിനസ് ഗ്രൂപ്പുകളുമായും ബാബുവിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്. കേരളത്തിനകത്തും പുറത്തും ബിനാമി സ്വത്തുക്കളുമുണ്ട്. തേനിയിലെ 120 ഏക്കർ തോട്ടം ഇതിന് തെളിവായി FIR ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ 2ഉം 3ഉം പ്രതികളാക്കി ചേർത്തവർ ബാബുവിൻ്റെ ബിനാമികളാണ്. പറയത്തക്ക വരുമാനമൊന്നുമില്ലാതിരുന്ന ഇവർ ഇന്ന് ആർഭാട ജീവിതം നയിക്കുന്നു. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ കോടികളുടെ സ്വത്ത് ഇവർക്കുമുണ്ട്. ഇവർ ഇപ്പോൾ നടത്തുന്ന വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ ബാബുവിനും പങ്കാളിത്തമുണ്ടെന്ന് FIR പറയുന്നു. മകൾ ആതിരയുടെ ഭർത്തൃപിതാവ് രവീന്ദ്രന്റെ പേരിൽ 45 ലക്ഷത്തിന്റെ ആഡംബര കാർ വാങ്ങി. എന്നാൽ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അത് ജാസ്മിൻ എന്നയാളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി. മന്ത്രി എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മാത്രമായിരുന്നു ബാബുവിന്റെ വരുമാനം. മാത്രമല്ല, ബാബുവിന്റെ പേരിൽ ബാങ്ക് വായ്പകളൊന്നുമില്ല. എറണാകുളത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പങ്കാളിത്തം
തൊടുപുഴയിൽ ലോക്ക് ബ്രിക്ക് ബിസിനസ്, റോയൽ ബേക്കറി ഗ്രൂപ്പിൽ ബിസിനസ് പങ്കാളിത്തം തുടങ്ങി മുൻ മന്ത്രിയുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച പട്ടിക തന്നെ FIR-നൊപ്പം ചേർത്തിട്ടുണ്ട്. FIR കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. റെയ്ഡും കേസും പകപോക്കലാണെന്ന് കെ ബാബു. എറണാകുളത്തെ വ്യവസായികളുമായി ബന്ധമുണ്ട്, എന്നാൽ അത് ബിസിനസ് ബന്ധമല്ലെന്നും തേനിയിലെ ഭൂമി 2012 മുൻപാണ് മകളുടെ ഭർതൃപിതാവ് കൈമാറ്റം ചെയ്തത് എന്നും ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പണം ദൈനംദിന കാര്യങ്ങൾക്കായി സൂക്ഷിച്ചതാണെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും കെ ബാബു പ്രതികരിച്ചു. വിജിലൻസിൻ്റെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേനിയിൽ 120 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. എനിക്ക് അനധികൃതമായി ഒരുപാട് സ്വത്തുണ്ടെന്നാണ്. യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ബിനാമിയായിട്ട് പറഞ്ഞപ്പോൾ ഒരു റോയൽ ബേക്കറി മോഹൻ, സത്യത്തിൽ എനിക്ക് ആ പുള്ളിനെ അറിയുക പോലും ചെയ്യില്ല. അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ ബാബുറാം, എനിക്കെന്താ ബന്ധം? അയാൾ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തു നിന്ന് കുമ്പളത്ത് താമസിക്കുന്ന ഒരാളാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് യാതൊരു ബന്ധമുള്ള ആളല്ല. പക്ഷെ അയാളും എൻ്റെ ബിനാമിയായിട്ടാണ് FIR-ൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോമിനേഷൻ കൊടുത്ത പേപ്പറുണ്ട്. ഇതിനകത്ത് പറഞ്ഞത് വിട്ടിട്ട് ഒരു സ്വത്തും എനിക്കില്ല. കെ ബാബുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് നിയമപരമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അത് നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആളുകളെ കൈകാര്യം ചെയ്യുക എന്നത് ഈ ഗവൺമെൻറ് ഉദ്ദേശമല്ല. ബാബുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണ്ടതില്ല അവർക്ക്. അപ്പോൾ എനിക്കതറിയുന്ന കാര്യമല്ല. സാധാരണ നിയമത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് റെയ്ഡിൻ്റെ ഘട്ടം എത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടാകാം. അത്രയും എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റും. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗം 6630 കോടി രൂപയാണ് കണ്ടുകെട്ടിയത്. രാജ്യത്തെ 13 ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത 9000 കോടിയിലേറെ രൂപയാണ് വിജയ് മല്യ തിരിച്ചടയ്ക്കാനുള്ളത്. അഴിമതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ചെയ്യുന്നത് വിജിലൻസിന്റെ പണിയാണെന്നും ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണം തെളിവ് നേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണല്ലോ. ആ നയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിജിലൻസ് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിജിലൻസിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. 25 വർഷമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ചരിത്ര വസ്തുവായി മാറുമെന്നും ഹസൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനം ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള പ്രവർത്തനമായി മാറിയിരിക്കും. അതിന് കാരണം എന്താ? തെരഞ്ഞെടുപ്പില്ലാത്തതാണ്, നോമിനേറ്റഡ് കമ്മിറ്റികളാണ്. എല്ലായിടത്തും ദേശീയ തലത്തിൽ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സംഘടനയായി മാറിയതിന്റെ ഫലം. അഗതികളുടെ അമ്മ മദർ തെരേസയെ നാളെ വിശുദ്ധയായി പ്രഖ്യാപിക്കും. റോമിൽ നടക്കുന്ന പ്രത്യേക ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുക. ഇന്ത്യൻ സമയം നാളെ 2:30-ക്കാണ് ചടങ്ങുകൾ. കാരുണ്യത്തിന്റെ മഹത്തായ മാതൃക ലോകത്തെ പഠിപ്പിച്ച മദർ തെരേസയുടെ ഛായാചിത്രം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന മട്ടുപ്പാവിൽ ഉയർന്നു കഴിഞ്ഞു. അൽബേനിയയിൽ ജനിച്ച് ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനാണ് വത്തിക്കാൻ ഒരുങ്ങുന്നത്. 10,000-കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചടങ്ങുകൾ ആരംഭിക്കുക. കുർബാന മധ്യയാകും പ്രഖ്യാപനം. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്നാവും മദർ തെരേസ ഇനി അറിയപ്പെടുക.
വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള 11 അംഗ പ്രതിനിധി സംഘം ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. വിശുദ്ധ പദവി പ്രഖ്യാപന വേദിയിൽ ഉപയോഗിക്കുന്ന മദറിന്റെ ഔദ്യോഗിക ഛായാചിത്രം വരച്ചത് അമേരിക്കൻ ശില്പിയും ചിത്രകാരനുമായ ചാസ് ഫാഗനാണ്. നാമകരണ നടപടികളുടെ ചുമതലയുള്ള കർദിനാൾ അമാദോവും പോസ്തുലത്തോറും വിശുദ്ധരുടെ പുസ്തകത്തിൽ മദർ തെരേസയുടെ പേര് ചേർക്കട്ടെ എന്ന പാപ്പയോട് ചോദിക്കുന്നതോടുകൂടിയാകും വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് ആരംഭിക്കുക. വിശുദ്ധയാക്കിയതിന്റെ ഔദ്യോഗിക രേഖ പാപ്പ അംഗീകരിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക്. സർക്കാരിന്റെ ദിശ മനസ്സിലാക്കാൻ 100 ദിനം മതിയെന്ന് പിണറായി. ഇന്നത്തെ കേരളത്തിന്റെ മുഖം മാറ്റാൻ സമഗ്ര പദ്ധതികളെന്നും മുഖ്യമന്ത്രി. ഹരിത കേരളം സൃഷ്ടിക്കുമെന്നും 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ സമാഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 100 ദിവസം എന്നത് സാധാരണ നിരക്ക് ഒരു സർക്കാരിനെ വിലയിരുത്താൻ മാത്രമുള്ളൊരു കാലമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് ദിശ, ഗവൺമെൻറ്റിൻ്റെ ദിശ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് ഈ കാലയളവ് തീർത്തും പര്യാപ്തമാണ്. ഓണാഘോഷത്തെ എതിർത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓഫീസ് സമയത്ത് പൂക്കളം ഇടുന്നത് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഓണാഘോഷം നമ്മളെല്ലാവരും നടത്തുന്ന കാര്യമാണ്, അത് നടത്തേണ്ടതുമാണ്. ഓണത്തിന് പൂവിടൽ എല്ലാവരും നടത്താറുണ്ട്, അതും നല്ലതാണ്. ഇതിനൊന്നും എനിക്ക് തർക്കമില്ല, അത് അക്കാര്യത്തെയൊന്നും ഞാൻ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഓണത്തിന് ധാരാളം ഒഴിവ് ദിവസമുണ്ട്. ആ ഒഴിവ് ദിവസങ്ങൾ ഷോപ്പിങ്ങിന് ഉപയോഗിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ എയിംസ് സന്ദർശിച്ചു. രോഗികളുടെ ഡാറ്റ ശേഖരണത്തെക്കുറിച്ച് പഠിക്കാനാണ് സന്ദർശനം. അതേസമയം ദില്ലിയിൽ സമരം നടത്തുന്ന നഴ്സുമാർക്ക് പിന്തുണയുമായി മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മയും കടന്നപ്പള്ളി രാമചന്ദ്രനും എത്തി. സമരക്കാരെ സന്ദർശിച്ച മന്ത്രിമാർ എസ്മ പ്രയോഗിച്ച അധികൃതരുടെ നടപടിയെ അപലപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം ഇന്ന് ദില്ലിയിൽ. കൈരളി എന്ന് പേരിട്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടി രാഷ്ട്രപതി ഭവനിൽ അരങ്ങേറും. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തുടങ്ങിയവർ കേരളത്തിന്റെ ഓണാഘോഷ പരിപാടി ആസ്വദിക്കാനെത്തും. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഓണാഘോഷത്തിന് രാഷ്ട്രപതി ഭവൻ വേദിയാകുന്നത്. കഥകളി, മോഹിനിയാട്ടം തുടങ്ങി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ചുവടുവയ്ക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, വിവിധ കേന്ദ്രമന്ത്രിമാരും ഓണാഘോഷ പരിപാടി ആസ്വദിക്കാൻ സദസ്സിലുണ്ടാകും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, വിവിധ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തി. ഇതാദ്യമായാണ് രാഷ്ട്രപതി ഭവനിൽ ഓണാഘോഷം അരങ്ങേറുന്നത്. സാംസ്കാരിക കേരളത്തിന്റെ കലാരൂപങ്ങളായ മയൂരനൃത്തം, കേരള നടനം, തെയ്യം, കളരി, തിരുവാതിര, ഒപ്പന, മാർഗംകളി തുടങ്ങിയവയും രാഷ്ട്രപതി ഭവനെ വ്യത്യസ്തമാക്കും. വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന ചടങ്ങ് വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച് 1 മണിക്കൂർ നീളും. ഈ മാസം 14-നാണ് തിരുവോണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുനെസ്കോ കൺഫ്യൂഷ്യസ് സാക്ഷരതാ പുരസ്കാരത്തിന് ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റിനെ തെരഞ്ഞെടുത്തതിൽ അതീവ സന്തോഷമുണ്ടെന്ന് PV അബ്ദുൽ വഹാബ് MP. തുടർ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ നൈപുണ്യ മേഖലയിലും MPയുടെ നേതൃത്വത്തിൽ JSS നടത്തിയ ഇടപെടലുകൾക്കാണ് പുരസ്കാരം. ലോക സാക്ഷരതാ ദിനത്തിൽ പാരീസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. 2015 നമുക്കൊരു UN അപ്രിസിയേഷനും കിട്ടിയിരുന്നു JSS മലപ്പുറം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഭാരത് സാക്ഷരതാ അവാർഡ് കിട്ടിയപ്പോൾ നമുക്കതൊരു പ്രചോദനമായി കൂടുതൽ വർക്ക് ചെയ്യാനൊക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മളതാണ് നോമിനേഷന് പോയി എന്നുള്ള വിവരം കിട്ടി. പിന്നെ വേറെ പല രാജ്യങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ നമ്മളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് മറക്കുന്ന ഉറപ്പില്ല. പക്ഷെ അത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമുക്കൊരു ഇൻറ്റിമേഷൻ കിട്ടി. കാരണം നമ്മളെ പാസ്പോർട്ടും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോ വിഷ്വൽ എക്സിബിഷന് തുടക്കമായി. 4G ദ ഫോർത്ത് ജെൻഡർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 വരെ സാഹിത്യ അക്കാദമിയിലാണ് പ്രദർശനം. തിരക്കേറിയതും സംഘർഷപൂരിതവുമായ തൊഴിൽ സാഹചര്യങ്ങൾക്കിടെ ഓരോ ക്യാമറമാനും ഫോട്ടോഗ്രാഫറും പകർത്തിയ ദൃശ്യാനുഭവങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ഘടകം. മാധ്യമപ്രവർത്തകരെ 4 ലിംഗക്കാർ എന്ന് അധിക്ഷേപിച്ച ഒരു വിഭാഗം നിയമകർത്താക്കൾക്ക് മറുപടി നൽകി 4G ദ ഫോർത്ത് ജെൻഡർ എന്ന പേരാണ് പ്രദർശനത്തിന് സ്വീകരിച്ചത്. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ആരംഭിച്ച പ്രദർശനം നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു.
അപൂർവവും അസുലഭവുമായ ഒട്ടനവധി ദൃശ്യങ്ങൾ അനുഭവിക്കാനും പകർത്താനും കഴിയുന്ന മാധ്യമപ്രവർത്തകർ ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് മമ്മൂട്ടി പറഞ്ഞു. പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന അവസ്ഥകളിൽ നമ്മൾ ക്യാമറ ഇല്ലാതെ പോയെന്ന് തോന്നുന്ന ഒരുപാട് അവസ്ഥകൾ എനിക്കുണ്ടായിരുന്നു. കാരണം ക്യാമറ സെറ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ആ ദൃശ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷെ എപ്പോഴും ക്യാമറയിൽ നോക്കി നടക്കുന്ന ഒരാൾ എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുക. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അസുലഭ നിമിഷങ്ങളെ നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും സാധിക്കുന്നതല്ല. തൃശൂരിലെ വീഡിയോ ജേർണലിസ്റ്റുകൾ പകർത്തിയ ചിരിയും ചിന്തയും ഉണർത്തുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരുടെ 60ഓളം ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. സെപ്റ്റംബർ 5 വരെയാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് ഫൗണ്ടേഷന്റെ 17ാമത് വാർഷിക ജനറൽ മീറ്റിംഗ് അവസാനിച്ചു. പുനീത് ഗോയങ്കെ ഫൗണ്ടേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. രഞ്ജിത്ത് ശർമ്മ, NP സിംഗ്, സുധൻ ഷുവർട്ട്, കെ മാധവൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KVL നാരായൺ റാവുവിനെ ട്രഷററായും ഫൗണ്ടേഷൻ തെരഞ്ഞെടുത്തു. വിവരാവകാശ നിയമം തോന്നിവാസം പോലെ ഉപയോഗിക്കുകയാണെന്നും ദുരുപയോഗം വ്യാപകമായി എന്നും ജസ്റ്റിസ് കമാൽ പാഷ. എന്നാൽ നിയമമല്ലാതാവില്ലെന്നും ജുഡീഷ്യറിയിലെ നൂറ്റാണ്ടിലെ വിപ്ലവമാണ് വിവരാവകാശ നിയമമെന്നും കമാൽ പാഷ മലപ്പുറത്ത് പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ വിപ്ലവം എന്ന് നമുക്ക് പറയാവുന്നത് ഒരേ ഒരു നിയമം തന്നെയാണ്. അത് നമ്മുടെ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിവരാവകാശത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ തോന്നിവാസം പോലെ എടുത്ത് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അത് വിവരം അറിയാനുള്ള അവകാശം, വിവരാവകാശം എന്ന് പറയുന്നത് അതിലെ ഇൻഫർമേഷനാണ്.